നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രശസ്ത സാഹിത്യകാരനും ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയെപ്പറ്റിയാണ്. സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ എടുത്തു കാണിക്കുവാനും നവമാധ്യമ സംസ്കാരത്തെ ഒന്നടങ്കം പരിഹസിക്കാനുമാണ് ബഷീർ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കഥയിലെ നായകൻ ഒരു കുശിനിപ്പണിക്കാരനാണ്. അദ്ദേഹത്തിന് എഴുതുവാനോ വായിക്കുവാനോ അറിയില്ല. ദിവസങ്ങളുടെ പേരോ മാസങ്ങളുടെ പേരോ അറിയില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ വന്നാണ് മാസം ശമ്പളം വാങ്ങിപ്പോകുന്നത്. ഉറങ്ങുക ചെയ്യുക, ഇതാണ് നായകൻ്റെ ജോലി. അങ്ങനെ നായകൻ്റെ 24-ാം വയസ്സിൽ ഒരു മഹാത്ഭുതം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കിന് ദിവസം കഴിയുന്തോറും നീളം വെക്കാൻ തുടങ്ങി. തുടർന്ന് അത് പൊക്കിൾ വരെ നീണ്ടു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മൂക്കൻ എന്ന വിളിപ്പേരും കിട്ടുന്നു. ജോലി പോയതോടെ അദ്ദേഹവും അമ്മയും പട്ടിണിയാവുന്നു. ദിനം പ്രതി മൂക്കൻ്റെ മൂക്കിൽ തൊടുവാനും കാണുവാനുമായി നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു. പട്ടിണിയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ഇത് മുതലാക്കി മൂക്കനെ കാണുവാൻ ഫീസ് നിശ്ചയിക്കുന്നു. കൂടാതെ ദിനം പ്രതി ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 6 കൊല്ലം കൊണ്ട് മൂക്കൻ ലക്ഷപ്രഭുവാകുന്നു. ഒരു ആഡംബര മാളിക പണിയുകയും 2 സുന്ദരികളെ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്യുന്നു. ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു അതിനെല്ലാം മൂക്കൻ അഭിപ്രായം പറയാൻ തുടങ്ങി. മൂക്കൻ അഭിപ്രായം പറയാത്ത സംഭവങ്ങൾ ജനങ്ങൾ വളരെ നിസ്സാരമായി കണ്ടു. ഇങ്ങനെയിരിക്കെ നാസിക പ്രമുഖൻ എന്ന ബഹുമതിയും മെഡലും നൽകി ഭരണപക്ഷ പാർട്ടി മൂക്കനെ തങ്ങളുടെ പാർട്ടിയിൽ ചേർക്കുന്നു. ഇതിൽ ക്ഷുഭിതരായ എതിർ പാർട്ടി മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കാണെന്ന് പറഞ്ഞ് വൻ ലഹളകൾ നടത്തുന്നു. അങ്ങനെ മൂക്കൻ അറസ്റ്റിലാകുന്നു. മൂക്കൻ്റെ പരസ്യ വിചാരണക്കായി 48 രാജ്യങ്ങളുടെ പ്രതിനിധികളായി വിദഗ്ധ ഡോക്ടർമാർ മൂക്കൻ്റെ മൂക്ക് പരിശോധിക്കാൻ വരികയും അതിലൊരു ഡോക്ടർ മൂക്കൻ്റെ മൂക്കിൽ തുമ്പത്ത് മൊട്ടുസൂചി വെച്ച് കുത്തുകയും ചെയ്തു. അപ്പോൾ അതാ പരിശുദ്ധമായ ചുവന്ന ചോരത്തുള്ളി വരുന്നു. ഇത് കണ്ടതോടെ മൂക്കൻ്റെ മൂക്ക് ഒറിജിനൽ മൂക്കാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്നു. ഇതറിഞ്ഞ ഭരണ പാർട്ടിക്കാർ സഖാവ് മൂക്കനെന്ന് ആർത്തു വിളിക്കുന്നു. തുടർന്ന് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മൂക്കന് മൂക്കശ്രീ എന്ന ബഹുമതി നൽകുകയും പാർലമെൻറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മൂക്കൻ MP ആയി. ദിവസം കഴിയുന്തോറും മൂക്കൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇതാണ് ഈ കഥയുടെ ഒരു സാരം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി കാണിക്കുന്നതിനുള്ള ഒരു പരിഹാസമായാണ് ബഷീർ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.